ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ സ്വപ്ന തുടക്കമാണ് ടീം ഇന്ത്യക്ക് ലഭിച്ചത്. പെർത്തിൽ നടന്ന കളിയിൽ 295 റൺസിന് ജസ്പ്രീത് ബുംറയും സംഘവും ഓസ്ട്രേലിയയെ തകർക്കുകയായിരുന്നു. 5 മത്സര പരമ്പരയിലെ ആദ്യ കളിയിൽ തന്നെ കൂറ്റൻ ജയം നേടിയത് ഇന്ത്യക്ക് സമ്മാനിക്കുന്ന ആവേശം ചെറുതൊന്നുമല്ല. അടുത്ത മാസം 6-ാം തീയതി അഡ്ലേഡിലാണ് പരമ്പരയിലെ 2ാം ടെസ്റ്റ് നടക്കുന്നത്. ഇപ്പോൾ ഈ മത്സരത്തിന് മുന്നോടിയായി ടീമുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സ്റ്റാർ പേസർ മുഹമ്മദ് ഷമിയെ ഓസ്ട്രേലിയക്ക് എതിരായ ടെസ്റ്റ് പരമ്പരയിലേക്ക് BCCI പരിഗണിച്ചേക്കില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. പരിക്കിനെ തുടർന്ന് 1 വർഷത്തോളം ക്രിക്കറ്റ് കളത്തിന് പുറത്തായിരുന്ന ഷമി ഈയിടയ്ക്കാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ചുകൊണ്ട് തിരിച്ചുവരവ് നടത്തിയത്. ഇതോടെ ഓസ്ട്രേലിയൻ പര്യടനത്തിലുള്ള ടീമിൽ അദ്ദേഹത്തെ ഇന്ത്യ ഉൾപ്പെടുത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ അതിനുള്ള സാധ്യത ഇനി ഇല്ലെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. ഷമിയെ ഓസ്ട്രേലിയയിലേക്ക് അയക്കുന്ന കാര്യത്തിൽ നിലവിൽ സംസാരങ്ങളൊന്നും നടക്കുന്നില്ലെന്നും ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ടീമിലുള്ള ഇന്ത്യൻ ഫാസ്റ്റ് ബോളർമാർ അവരുടെ ജോലി ഇപ്പോൾ നന്നായി ചെയ്യുന്നുണ്ടെന്നും ടൈംസ് ഓഫ് ഇന്ത്യയോട് സംസാരിക്കവേ BCCI വൃത്തങ്ങളിൽ ഒരാൾ വ്യക്തമാക്കി. ഫിറ്റ്നസിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഷമിയോട് BCCI ആവശ്യപ്പെട്ടെന്നും ശരീരഭാരം കുറയ്ക്കാൻ നിർദ്ദേശം നൽകിയെന്നും അതിനൊപ്പം റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ ലഭിക്കുന്ന സൂചനകൾ ഷമി ഓസ്ട്രേലിയക്ക് പോകില്ലെന്നാണ് വ്യക്തമാക്കുന്നത്. കണങ്കാലിനേറ്റ പരിക്കിനെ തുടർന്ന് 2023 ഏകദിന ലോകകപ്പിന് ശേഷം പുറത്തിരുന്ന ഷമി 360 ദിവസങ്ങൾക്ക് ശേഷമാണ് മത്സര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തിയത്. മധ്യപ്രദേശിന് എതിരെ നടന്ന രഞ്ജി ട്രോഫി മത്സരത്തിൽ ബംഗാളിന് വേണ്ടി കളിച്ച ഷമി മടങ്ങിവരവ് മത്സരത്തിൽ 7 വിക്കറ്റുകളാണ് പിഴുതത്. പിന്നാലെ സയ്യിദ് മുഷ്താഖ് അലി T20 ട്രോഫിക്കുള്ള ബംഗാൾ ടീമിലും അദ്ദേഹം സ്ഥാനം പിടിച്ചു. ടൂർണമെന്റിലെ ആദ്യ 3 കളികളിൽ നിന്ന് 4 വിക്കറ്റുകൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, IPL താരലേലത്തിലും ഷമിക്ക് ലഭിച്ച തുക ഏവരെയും ഞെട്ടിച്ചിരുന്നു. 10 കോടി രൂപയ്ക്കാണ് SRH ഷമിയെ സ്വന്തമാക്കിയത്. ഗുജറാത്തിന്റെ താരമായിരുന്ന ഷമിക്ക് IPL 2025 മെഗാ താരലേലത്തിൽ വില കുറയുമെന്ന് പ്രവചിച്ചുകൊണ്ട് മുൻ താരം സഞ്ജയ് മഞ്ജരേക്കർ രംഗത്തെത്തിയിരുന്നു. മെഗാലേലത്തിന് മുൻപായുള്ള റിട്ടൻഷൻ ലിസ്റ്റ് പുറത്തുവിട്ടപ്പോൾ 2023 IPL-ലും 2023 ലോകകപ്പിലും ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ താരമായ ഷമിയെ ഗുജറാത്ത് ടൈറ്റൻസ് നിലനിർത്തിയിരുന്നില്ല. പരിക്ക് കാരണം ബുദ്ധിമുട്ടുന്ന ഷമിയെ ടീമിലെത്തിക്കാൻ ഫ്രാഞ്ചൈസികൾ റിസ്ക് എടുക്കില്ലെന്നും അതുകൊണ്ട് തന്നെ താരത്തിന്റെ വിലയിൽ വലിയ കുറവ് വരുമെന്നുമായിരുന്നു മഞ്ജരേക്കറുടെ നിരീക്ഷണം. IPL താരലേലത്തിൽ ഷമിയുടെ അടിസ്ഥാന വില 2 കോടി രൂപയായിരുന്നു. KKR ആണ് വിളി തുടങ്ങിയത്. 2.20 കോടി രൂപയ്ക്ക് CSK എത്തി. ഫാസ്റ്റ് ബോളർക്ക് വേണ്ടി KKR ശ്രമം തുടരുന്നതോടെ ലേലത്തുക 8.25 കോടി രൂപയായി ഉയർന്നു. ലക്നൗ സൂപ്പർ ജയൻസ് 8.50 കോടി പറഞ്ഞെങ്കിലും KKR 9.75 കോടി രൂപയായി ഉയർത്തി. ഇതിനിടെയാണ് SRHന്റെ രംഗപ്രവേശം. 10 കോടി രൂപ പ്രഖ്യാപിച്ചതോടെ മറ്റുള്ളവർ പിന്മാറി. ഗുജറാത്ത് ടൈറ്റൻസ് റൈറ്റ് ടു മാച്ച് അവകാശം ഉപയോഗിക്കാതിരുന്നതോടെ ഷമി SRHന് സ്വന്തമായി.